സാറാണ്. നമ്മളിന്ന് +1 റെഗുലർ അതുപോലെ ഇംപ്രൂവ്മെന്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള അടിപൊളി ക്വസ്റ്റൻ ആണ്. നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഗ്രാഫ്, അതുപോലെ ഡൊമൈൻ, റേഞ്ച്, ഇതൊക്കെയാണ്. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f of x is equal to 1 മൈനസ് മോഡുലസ് ഓഫ് x മൈനസ് 1. അപ്പൊ ഇതിന്റെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണെന്നാണ് എന്റെ തോന്നൽ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തായാലും ഇത് കാണുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ? അപ്പൊ അവനെ കവർ ചെയ്യണം, കാരണം ഇതൊക്കെ എക്സാമിന് ഇപ്പൊ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റനാണ്. നമുക്ക് ആദ്യം ഇതിന്റെ പതുക്കെ ഗ്രാഫ് വരയ്ക്കാമേ. ശ്രദ്ധിച്ചിരിക്കണേ, ഞാൻ ഓരോന്ന് ഇങ്ങനെ പതുക്കെ വരയ്ക്കാം. ആദ്യം നമ്മൾ ഒറ്റയടിക്കല്ല വരയ്ക്കുന്നത്. ആദ്യം ഞാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1ന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നത്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1ന്റെ ഗ്രാഫ് വരുന്നത് ഇതാണ്. ഇങ്ങനെ വന്നിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ, ഇതാ നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1നെ വരയ്ക്കുക. അപ്പൊ നമ്മൾ എന്താ പറയുക, എക്സ് മൈനസ് 1 ഈക്വൽ 0 ഇക്വേറ്റ് ചെയ്യാണ്. അപ്പൊ എക്സ് ഈക്വൽ 1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിഡന്റ് ഈ 1ൽ നിന്നുണ്ട് ഇങ്ങനെ. ഇതാണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇത്രയും വരച്ചു. നമ്മളിങ്ങനെ പതുക്കെ അത് എക്സ്പാൻഡ് ചെയ്ത് ഫുൾ ക്വസ്റ്റ്യൻ എത്തും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മൈനസ് കൂടെ ചേർക്കുക. മൈനസ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. നേരെ തിരിയുമോനെ, ഇത് കണ്ടോ, മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1 ഇത് പോസിറ്റീവില്ല, ഇത് നേരെ നെഗറ്റീവാ. ഇവൻ നേരെ താഴോട്ടങ്ങാവും എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഈ 1ൽ നിന്ന് ഇതാണ് ഇങ്ങനെ താഴോട്ട് വരും. ഓക്കെ, ഇതാണ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. ഇപ്പൊ രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാവും. പല ഗ്രാഫുകളും നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. ഈ രീതി കൂടെ വേണം മാത്സിനെ പഠിക്കാൻ. ഓക്കെ, പിന്നെ നമ്മൾ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. റെഗുലർ പഠിക്കേണ്ടവർക്കും ഇംപ്രൂവ്മെന്റ് പഠിക്കേണ്ടവർക്കും എല്ലാ സബ്ജക്റ്റും കിട്ടും. അടിപൊളിയായിട്ട് മാത്സിനെ എസ്പെഷ്യലി അടിപൊളിയായിരിക്കും. ഓക്കെ, ജോയിൻ ചെയ്യാം. താഴെ നിന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ +2 വേണ്ടവർക്ക് നേരത്തെ പറഞ്ഞാൽ മതി. നമുക്ക് ഫുൾ മാർക്ക് വളരെ ഈസി ആയിട്ട്, പിന്നെ കീം, എൻട്രൻസ് എല്ലാത്തിനും നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ അതും കിട്ടി. അപ്പൊ ഇവിടം വരെയായി. നമ്മളിപ്പോ ഇവിടം വരെ ആയിട്ടുണ്ട്. ആദ്യം ഇത് മാത്രം വരച്ചു, നെക്സ്റ്റ് ഇതൂടെ ചേർത്തു. 1നെയും കൂടെ അങ്ങോട്ട് ചേർക്കാൻ പറ്റും. 1നെയും കൂടെ ചേർക്കുന്നത് എങ്ങനെയാന്ന് നോക്കണേ. അപ്പോൾ 1 മൈനസ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ്. ഇപ്പൊ നമ്മുടെ ഇതുവരെ ഉണ്ട് അല്ലേ, മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1. ഒരു 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞു കണ്ടോ. 1 ചേരുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് +1 ആണ് കേട്ടോ. 1 കൂടുക എന്നർത്ഥം കണ്ടോ. ആദ്യം 1 വന്നതേ ഉള്ളൂ. ആക്ച്വലി ഇത് +1 ആണ്. ഇവിടെ എഴുതിയാലും അവിടെ എഴുതിയാലും +1 എന്നാണ്. അപ്പൊ 1 കൂടുക. 1 കൂടുമ്പോൾ ഈ ഗ്രാഫ് ഒരു യൂണിറ്റ് മണ്ടയ്ക്കോട്ട് എത്തും കേട്ടോ. ഒരു യൂണിറ്റ് മണ്ടയ്ക്കോട്ട് എത്തും. അപ്പം ഇതാണ് 1, ഇതാണ് 2, ഇതാണ് 3 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ അല്ലായിരുന്നു 1, ഇവിടെ അല്ലാതെ നമ്മളിപ്പോ വരച്ചത്. ഈ 1ന്റെ ഇവിടെ ആയിരുന്നല്ലോ നമ്മൾ വരച്ചത്. ഇവനെ പിടിച്ച് നേരെ ഇവിടെ എത്തും. ഓക്കെ, ഇങ്ങനെ എത്തും. ഓക്കെ, 1ലോട്ട് ഒരു യൂണിറ്റ് കൂടുകയാണേ. അപ്പൊ ഇങ്ങനെ വരും കണ്ടോ, നോക്കണേ ഇങ്ങനെ. ഓക്കെ, ഇത് 1 ആണ് കേട്ടോ. ഇത് 1 ആണ്. ഇതിന്റെ മണ്ടയ്ക്കുന്ന ഒരു യൂണിറ്റോട് കൂടി. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ്. ഓക്കെ, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി. ഇനി ഇതിന്റെ ഡൊമൈൻ, വാട്ട് ഈസ് ദ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ? ഡൊമൈൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസുകൾ. അത് നമുക്ക് റിയൽ നമ്പറിൽ ആരെയും കൊടുക്കാൻ പോലെ ഒരു പ്രശ്നമില്ല. ആരെയും കൊടുക്കാം, എല്ലാരും കൊടുക്കുമോ, ഒരു പ്രശ്നമില്ല. ഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. നെക്സ്റ്റ് റേഞ്ച്. റേഞ്ച് പറയുമ്പോൾ ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാവും. നോക്കിയവനെ, ഗ്രാഫ് ഏറ്റവും പൊക്കം വന്നേക്കുന്നത് ഇവിടെയാണ് കണ്ടോ. y ആക്സിസ് എന്നാണ് നമ്മുടെ റേഞ്ച്, എപ്പോഴും y ആക്സിസ് എന്നാണ് കേട്ടോ. അപ്പൊ ഈ നോക്കിക്കേ, ഗ്രാഫ് ഇവിടം വരെയാണ് കണ്ടോ. ഇവിടം വരെ പൊങ്ങിയിട്ടുള്ളൂ അല്ലേ, 1 വരെ പോകുള്ളൂ. പിന്നെ അങ്ങോട്ട് താഴോട്ട് പോവാന്ന് പറഞ്ഞാൽ എവിടാണത്, -∞ തൊട്ട് ഇവിടം വരെയാണ്, 1 വരെ. ഓക്കെ, ഇതുവരെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to ∞ അല്ല, -∞ to 1 അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, -∞ to 1. ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ കണ്ടോ. ഏറ്റവും പൊക്കം 1 കണ്ടോ, പിന്നെ താഴോട്ട് പോവാം, മണ്ടയ്ക്കോട്ടില്ല. അപ്പൊ ഏറ്റവും ഹൈ 1 ആണ്, പിന്നെ ഇങ്ങനെ കുറഞ്ഞ് താഴോട്ട് വന്ന് -∞. അപ്പൊ -∞ to 1. ക്ലിയർ ആയല്ലോ. എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വേണം പഠിക്കാൻ. എല്ലാ ഗ്രാഫും ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കുട്ടികളോട് ഇത് എത്തിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.